അവിടുത്തെ പോലെ ഇവിടെയും. ചായ ചായ. നീ എന്തിനാടി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചായ കൊണ്ട് വരണേ? രാവിലെ ഞാൻ ഒരു ചായ കുടിച്ചു കാണല്ലോ. ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോവല്ലേ, അപ്പൊ ഒരു ചായ കൂടെ കുടിക്കാം. അല്ലെങ്കിലേ വഴിയിൽ ഇച്ചായ വണ്ടി നിർത്തി ഹോട്ടലിൽ കയറി ചായ കുടിക്കും. ഈ ഹോട്ടലിലെ ചായ ഒന്നും കുടിക്കാൻ കൊള്ളൂല ചായ. ഞാൻ 5 വയസ്സുള്ള കുട്ടിയല്ല. എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. അപ്പൊ ഞാനൊരു ഭാര്യയല്ലേ? ഒരു ഭർത്താവിന്റെ ആരോഗ്യം നോക്കേണ്ടതേ ഭാര്യയുടെ കടമയാ. എനിക്ക് വേറെ ആരാ ഉള്ളത്? ഇച്ചായ മാത്രമല്ലേ ഉള്ളു. ഇച്ചായ എന്തെങ്കിലും പറ്റിപ്പോയാലോ? അല്ല, ഒന്നും പറ്റത്തില്ല, എന്നാലും നമ്മൾ ശ്രദ്ധിക്കണ്ടേ. എന്നാ കുടിച്ചു നോക്കട്ടെ. രാവിലെ ഇട്ട ചായയാണ്, ചൂടാക്കിയല്ലോ. പിന്നെ ഇച്ചായ ഹോസ്പിറ്റലിൽ വേറെ ആരൊക്കെയുണ്ട്? ഹോസ്പിറ്റലിൽ ഒരു LSI ഉണ്ട്, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, പിന്നെ ഒരു അറ്റൻഡർ. അത്രേ കാണുള്ളൂ. പെണ്ണുങ്ങളാരുമില്ലേ? ഉണ്ടല്ലോ. LSI പെണ്ണ അനുരാധ. പ്രായം എത്രയുണ്ട്? എടി, ഒരു ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ നമുക്ക് അവിടെ പ്രായം ചോദിക്കാൻ പറ്റുമോ? അത് മോശമല്ലേ? അല്ല, എന്നാലും ഒരു 45 വയസ്സുണ്ടാവും. കല്യാണം കഴിച്ചാണോ? എനിക്കറിയില്ല. അല്ല, ഈ 45 വയസ്സെന്നൊക്കെ പറഞ്ഞ എന്തായാലും കല്യാണം കഴിച്ചിട്ടുണ്ടാവും. നല്ല പ്രായമല്ലേ അത്? വേറെ പെണ്ണുങ്ങളോ? ഉണ്ടല്ലോ. എന്താ? പശു, എരുമ, കോഴി ഇവരൊക്കെ പെണ്ണുങ്ങളാ. മൃഗാശുപത്രിയല്ലേ, വരാറുണ്ട്. ഓ, കളിയാക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. നീ വെറുതെ അല്ല ഈ ചായ കൊണ്ടുവന്നത്. ഇതെനിക്ക് വേണ്ട. പിടിച്ചോ, പിടിച്ചോ. ഞാൻ ഇറങ്ങാം. ഞാനും വരട്ടെ. എങ്ങോട്ട്? യാത്ര പറയാൻ. ടാറ്റ. നേരത്തെ വരത്തില്ലേ? പിന്നല്ലാതെ. അവിടെ പോയി നോക്കട്ടെ എന്തൊക്കെയാണ് സെറ്റപ്പ്. ഹലോ ഡോക്ടറെ, ഇന്ന് ജോയിൻ ചെയ്യല്ലേ? അതെ അതെ. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ നാട് നല്ലൊരു മൃഗ ഡോക്ടറെ കിട്ടിയല്ലോ, അത് ഞങ്ങളുടെ ഭാഗ്യം. താങ്ക് യു. സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും വരും. ആയിക്കോട്ടെ. ശരി ഡോക്ടറെ, കാണാം. വിചായ, ഒരു കാര്യം ഞാൻ മറന്നു. ഒന്ന് വന്നേ. വാ. എന്തോ ഇവിടെ ഇരിക്കാൻ. എന്തോ അടിയാലിസേ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എന്താന്ന്? ഇച്ചായൻ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോവല്ലേ, അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ആളുകളെ കണി കൊണ്ടിട്ട് പോയാലേ അത് കൊള്ളൂല. നല്ല ശകുനം അല്ലെങ്കിൽ ആ ദിവസം മൊത്തം പോക്കായിരിക്കും. നിന്റെ പേര് ആലിസ് എന്നല്ലേ? ക്രിസ്ത്യാനിക്ക് എന്ത് ശകുനവാടി? അയ്യോ, ശകുനത്തിന് അങ്ങനെ ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം എന്നൊന്നുമില്ല. നല്ല ശകുനം അല്ലെങ്കിൽ അത് പ്രശ്നം തന്നെ. പുതിയതായിട്ട് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ ചീത്ത ശകുനം കണ്ടാലേ അന്നത്തെ വർഷം മൊത്തം ചീത്തയായിരിക്കും. ചീത്ത ശകുനം? അവര് ചീത്തയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞ? കണ്ടറിയത്തില്ലേ, ഒറ്റ നോട്ടത്തിൽ അറിയാം. എടി, നിന്റെ അപ്പന്റെ പേര് പുത്തമ്പുരക്കൽ പത്രോസ് എന്നല്ലേ? മലഞ്ചരക്ക് വ്യാപാരമാണല്ലോ, അല്ലാതെ കണിയാനൊന്നും അല്ലല്ലോ. ഒറ്റ നോട്ടത്തിൽ നല്ല ശകുനവും ചീത്ത ശകുനവും പറയാൻ. ഇച്ചായന്റെ നന്മ കരുതിയാ ഞാനിത് പറഞ്ഞത്. പക്ഷെ ഇച്ചായന് പുച്ഛം. ഞാൻ കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു തുള്ളിയെങ്കിലും ഇച്ചായൻ എന്നോട് തിരിച്ചുണ്ടാ? പൊന്നാലിസേ, എടി ഇതാണോടി സ്നേഹം? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അവര് നമ്മുടെ എതിർവശത്ത് താമസിക്കുന്നവരാ. എനിക്ക് എല്ലാ ദിവസവും ഇവിടുന്ന് പുറത്തിറങ്ങാൻ വേണം. അവരെ കാണാൻ ഞാൻ എങ്ങനെ പുറത്തു പോകും? അത് നടക്കുന്ന കാര്യമാണോ? നടക്കണം. ചായ ധിക്കാരം കാണിച്ച് തന്നിഷ്ടപ്രകാരം ഈ ശകുനം നോക്കാതെ നടക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നറിയോ? വണ്ടി ഇടിച്ചു മരിക്കും. ഇച്ചാൻ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ട്? മൃഗാശുപത്രിയിലോട്ട്. അവിടെ എന്തൊക്കെയാ ഉള്ളത്? കാള, പോത്ത്, ആന, ഇതിന്റെയൊക്കെ ഒരു തട്ടലോ മുട്ടലോ ഒക്കെ കിട്ടിയ എന്റെ പൊന്നിച്ചായ. മനുഷ്യൻ നീ ഓവറാക്കല്ലേടി. ഞാനിപ്പോ എന്താ വേണ്ട? ഞാൻ പോയി പുറത്തു പോയി നോക്കും. അവരകത്തു പോയെങ്കിൽ ഞാൻ വന്ന് ഇച്ചാനെ വിളിക്കും. പെട്ടെന്ന് വന്ന് വണ്ടി എടുത്തോണ്ട് ഒരൊറ്റ പോക്കം പോക്കോ. ഇങ്ങനെ പോയാ ഞാൻ മൃഗാശുപത്രിയിൽ നീ ഭ്രാന്താശുപത്രിയിൽ പോവാം. അത് ഞാനൊന്ന് സഹിച്ചു നോക്കിട്ട് വരാതെ. ഇവിടെ ഇരുന്നു. ഹലോ, അനുരാധയാണ്. ഇതാരാ ഇത്? ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. സത്യമായിട്ടും. എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, എനിക്കും കാണാനൊക്കെ തോന്നുന്നുണ്ട്.
ഇങ്ങോട്ടോ? അയ്യോ, ഇങ്ങോട്ട് വരണ്ട. ഇന്നിവിടെ ഭയങ്കര തിരക്കാ. നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം. ശരി, ഞാൻ വിളിക്കാവേ. വെക്കാന്നേ. ആരാ? എന്റെ ഒരു ഫ്രണ്ടാ. അടിച്ചിട്ട എന്ത്? അല്ല, വളഞ്ഞോന്ന്. എന്ത് കളഞ്ഞു വന്ന്? എന്റെ അനുരാഗ് സാറേ, കാള പാല് വെക്കുമ്പോഴേ അറിയാമല്ലോ, ഏതോ ഒരു പുതിയ കക്ഷി വന്ന് ചാടിയിട്ടുണ്ട്. അവനെ വളച്ചൊടിക്കുന്ന സീനല്ലേ ഇപ്പൊ കണ്ടേ? അതല്ല സദാശിവൻ ചേട്ടാ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. അത് മനസ്സിലായി. സാർ ഇവിടെ ട്രാൻസ്ഫർ ആയി വന്നതിന് ശേഷം ഒരു 100 പ്രേമമെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം പ്രേമം പൊളിഞ്ഞ് താടി നീട്ടി നടക്കുന്ന ഭ്രാന്തന്മാരെയും കണ്ടിട്ടുണ്ട്. അയ്യോ, കണ്ടിട്ടുണ്ടെങ്കിലേ അതെന്റെ പേഴ്സണൽ കാര്യമാ. അറ്റൻഡറിന്റെ പണി അങ്ങ് ചെയ്താൽ മതി. ഓ ആയിക്കോട്ടെ. ഇന്നേ നമ്മുടെ ഡോക്ടർ ജോർജ് കുട്ടി സാർ ചാർജ് എടുക്കുന്ന ദിവസാ. ആള് പുലിയാണെന്നാണ് കേട്ടത്. മാഡം ഒന്ന് സൂക്ഷിച്ചാ നല്ലതാ. അതിന് ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നേ? ഡോക്ടറെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നേ സദാശിവൻ ചേട്ടൻ കണ്ടോ? എങ്ങനെ? ഡോക്ടറിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ, വയസ്സ് 35, കാണാൻ സുന്ദരൻ, കല്യാണം കഴിച്ചിട്ടുണ്ട്, പക്ഷെ കുട്ടികളില്ല. ഡോക്ടറെ വളയ്ക്കാനാണ് പരിപാടി. കൈവിട്ട കളിയാണ്, സൂക്ഷിക്കണം. സദാശിവൻ ചേട്ടൻ പോയിട്ടേ നല്ലൊരു ചായ എടുത്തിട്ടോ. പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ടോ. സാറിപ്പോ പിന്നെ എന്തിനാ പഞ്ചാര? എന്തോ? അല്ല, ഇട്ടോണ്ട് വരാന്ന്. ആ, എന്നാ പോയിട്ടോണ്ട് വന്നാട്ടെ. വയസ്സായതിന്റെ അസൂയ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജോർജ് കുട്ടി ഡോക്ടർ അല്ലേ? എന്നെ കണ്ടപ്പോഴേ മനസ്സിലായോ? നമുക്ക് നേരത്തെ പരിചയമില്ലല്ലോ. ഡോക്ടർ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ സദാശിവൻ, അറ്റൻഡറാ. അറ്റൻഡർ സദാശിവൻ. അതെ. വേറൊരാളൂടെ ഉണ്ടല്ലോ, അനുരാധ. LSI അകത്തുണ്ട്, വിളിക്കാം. ഏയ്, നമുക്ക് അങ്ങോട്ട് ചെല്ലാലോ. അല്ല, അനുരാധ സാറിനെ കാണാൻ കാത്തിരിക്കാം. ഞാൻ സാറിന്റെ മുറിയിലേക്ക് വരാൻ. ഏയ്, നമ്മൾ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ അങ്ങോട്ട് പോയി പരിചയപ്പെടണം. അതാണ് എൻ്റെ ഒരു സ്റ്റൈല്. അപ്പൊ അവർക്ക് നമ്മളോടൊരു സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ തോന്നും. അല്ല, അത് വേണോ? എന്താ വേണ്ടാത്ത? അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയ ഒരാളല്ല അനുരാധ സാർ. സൂക്ഷിച്ചും കണ്ടും നോക്കിയും പാത്തുമൊക്കെ വന്നാൽ സാറിന് കൊള്ളാം. മനസ്സിലായില്ല. അപ്പൊ അതൊക്കെ മനസ്സിലായിക്കോളും. വീട്ടില് ഭാര്യയൊക്കെ ഉള്ളതല്ലേ? അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല. അവർക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കായിരുന്നു. അതാണോ? സുഖമായിരിക്കുന്നു. ഭാര്യയുടെ പേര് ആലിസ്. ഓ, എന്നാ പിന്നെ നമുക്ക് അനുരാധ മേഡത്തിനെ കണ്ടാലോ? വരുന്നുണ്ടോ? സാറ് നടക്കണം. കാണാം. ചെറിയ താടിയുള്ളത് നന്നായി. ഇനി തനിയെ നീണ്ടു വളർന്നോളൂ. ഗുഡ് മോർണിംഗ് അനുരാധ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തെങ്ങനെ നോക്കുന്നേ? അല്ല, സാറിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോഴേ ഇത്രയും ചെറുപ്പമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനത്ര ചെറുപ്പമൊന്നുമല്ല. എനിക്ക് 10-35 വയസ്സുണ്ട്. അയ്യോ, ആണോ? കണ്ടോ പറയില്ല കേട്ടോ. യു ലുക്ക് ടു സ്മാർട്ട്. ആണോ? താങ്ക് യു. എന്നാ പിന്നെ നമുക്ക് ജോലിയിലേക്ക് കിടന്നാലോ? ആയിക്കോട്ടെ. ഇതിന്റെ രജിസ്റ്റർ ഒക്കെ എടുത്ത് എന്റെ റൂമിലേക്ക് വാ. പിന്നെ മറ്റേ ചേട്ടന്റെ പേരെന്താ? സദാശിവൻ ചേട്ടനാണോ? ആ, അദ്ദേഹത്തോട് വിളിച്ചോ. അയ്യോ, അതിനെന്തിനാ സദാശിവൻ ചേട്ടൻ? പുള്ളിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഞാൻ വന്നാ പോരെ? അതെ, പെട്ടെന്ന് വരണം. ആ, ഒരു 5 മിനിറ്റ്. ശരി. ഇങ്ങനെയാണോ വലിയ പുളിയാന്നൊക്കെ പറഞ്ഞേ? മൂക്കും കുത്തി വീണ കേട്ടോ. ആ, സുനന്ദനിക്കുള്ളത് തീർന്നു കേട്ടാ. ഇപ്പൊ ജേഴ്സിക്കുള്ളതേ ഉള്ളൂ. ഓ, കുറച്ചേ ഉള്ളൂ കേട്ടാ. ഡോക്ടർ വേണ്ടപ്പെട്ട ഒരാൾ വന്ന് കുറച്ച് വാങ്ങിച്ചോണ്ട് പോയി. ഓ, 1500 രൂപ. ഓ, സദാശിവൻ ചേട്ടോ, നമസ്കാരം. നമസ്കാരം പവിത്ര. നീ എവിടെ ആയിരുന്നു? നിന്നെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. ഇവിടെ ഇല്ലായിരുന്നാ? ഞാനിവിടെ ഒക്കെ തന്നെ ഉണ്ട്. നമ്മളെവിടെ പോകാനാ? ഡോക്ടർ അകത്തുണ്ടോ? പിന്നെ പുതിയ ഡോക്ടറാ, ജോർജ് കുട്ടി. ചാർജ് കയറ്റിനോ? ചാർജ് ഒന്നും കയറ്റില്ല, ജോർജ് കുട്ടിന്ന്. ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞ്. പുള്ളിക്ക് താമസിക്കാനുള്ള വീടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത ഞാനല്ലേ? അത് ശരി. 2 ദിവസമായി പുള്ളി ഇവിടെ വന്നിട്ട്. 2 ദിവസമോ? സാർ ഇവിടത്തുണ്ടാ? അതുകൊണ്ട് ചെല്ല്. ശരി ശരി. ചേടാ, ഇവിടുത്തെ കാര്യമൊക്കെ അവനല്ല അറിഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ അറിയാമല്ലോ. നമസ്കാരം. പവിത്രനോ?
ഞാൻ കാണണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഫോൺ ചെയ്യണമെന്ന് ഇപ്പൊ കൂടെ ചിന്തിച്ചു. അതാണ് ഈ പവിത്രന്റെ ടൈമിങ്. നമ്മളെ ഒരാൾ കാണണമെന്ന് വിചാരിച്ചാൽ ആ സെക്കൻഡ് ഞാൻ പറഞ്ഞതില്ലേ. അതെന്താ വിളിപ്പിച്ചെന്തായിരുന്നു? വീട്ടിലെ ഗേറ്റ് തുറക്കുന്നില്ല, ശരിയാക്കുക ഒരാളെ വേണം. അത് നമുക്ക് സംഘടിപ്പിക്കാം. ഇതെന്നെ സംഭവിച്ചത് എന്നായിരുന്നു? ഗേറ്റ് എന്നാ പറ്റിയെന്നായിരുന്നു? എന്നാന്നറിയത്തില്ല, പവിത്രൻ തന്നെ വന്ന് നോക്കുക. അത് കുഴപ്പമില്ല, ഞാൻ പോയി നോക്കാം. അതുപോട്ടെ, ഈ താമസ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഓക്കെ അല്ലേ? വീടൊക്കെ അടിപൊളിയല്ലേ? താമസം തുടങ്ങിയല്ലേ ഉള്ളൂ, പറയാറായിട്ടില്ല. അതാണ്. ഡോക്ടർ ആ അനുരാധ, അല്ലിയാമ്പൻ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ പൊതുമ്പൂവള്ളം. സത്യത്തിൽ നിന്നെ ഓർക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ അറിയാം. പിന്നെ രാവിലെ എഴുന്നേക്കും മുതൽ വൈകിട്ട് കിടക്കുന്നവരും വരെ എൻ്റെ മനസ്സിൽ മുഴുവനും നീയാ. ഞാൻ ഇന്നും രാത്രി ഉറങ്ങുമ്പോ പോലും പവിത്രേട്ടന് സ്വപ്നം കാണുന്നേ. സത്യം. ഞാനൊരു കാര്യം പറയട്ടെ, എന്താ? ഇനിയും നമ്മളിങ്ങനെ കണ്ണി നോക്കി നിൽക്കാതെ നമുക്ക് കല്യാണം കഴിച്ചാലോ? എന്റെ നിയന്ത്രണം മുഴുവൻ കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക. ക്ഷമിക്കുന്നേ, നമുക്കല്ലേ ശരിയാക്കാം. പിന്നെ നീ പറഞ്ഞ ഐഫോണില്ലേ, അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബഷീർ ദുബായിൽ നിന്ന് വന്നോട്ടെ, പിന്നെ നിന്റെ കൈ കിടന്ന് കളിക്കുന്നത് ഐഫോണാ. അയ്യോ താങ്ക് യു പവിത്രേട്ടാ, യു ആർ സോ സ്വീറ്റ്. സത്യം. വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. പവിത്രേട്ടൻ എന്നെ മറക്കണം. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും വീട്ടുകാർ ഇതിനെ സമ്മതിക്കുന്നില്ല. നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ച അമ്മ ചത്തുകളയെന്നാ പറയുന്നത്. മറക്കാനോ? അങ്ങനെ മറക്കാൻ പറ്റുമോ എനിക്ക്? വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ പവിത്രേട്ട. നമ്മൾ തമ്മിൽ പിരിഞ്ഞാലും പവിത്രേട്ടൻ എന്നും എന്റെ ഹൃദയത്തിൽ ഉണ്ടാവും. ഞാൻ പവിത്രേട്ടനെ ഓർത്ത് നീറി മരിക്കും. അനു, എന്നെ ഒരു പെങ്ങളെ പോലെ കാണണം പവിത്രേട്ട. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോ പിന്നെ. അനുരാധ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? കയറി വാ. പവിത്രൻ പരിചയമുണ്ടോ നിങ്ങൾ തമ്മിൽ? ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയതിനു ശേഷം പവിത്രനായിരുന്നു എനിക്കൊരു സഹായം. വീട് എടുത്തു തന്നത് പവിത്രൻ, വീട്ടിന്റെ സാധനങ്ങൾ ഇറക്കി തന്നത് പവിത്രൻ, പാത്രം പാല് എല്ലാം പവിത്രന്റെ ഏർപ്പാട്. എന്തെങ്കിലും സഹായം വേണേ ചോദിച്ചാൽ മതി കേട്ടോ, വലിയ പുള്ളിയാ. നമ്പർ വേണമെങ്കിൽ മേടിച്ചോ, ഉപകാരപ്പെടും. ഹലോ, എന്തോ എന്റെ ചക്കര എന്ത് ചെയ്യുവാ? ഒന്നും എടുക്കുമല്ല. അതെന്താ ഒന്നും എടുക്കാത്തെ? നിന്നെ ഓർത്തിരിക്കുമ്പോ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. കള്ളൻ. അല്ല, സത്യം. ആ പവിത്ര, എന്താ ഞെട്ടിയ? ഇല്ല, ഞാൻ പെട്ടെന്ന് വേറൊരു മൂഡിലേക്ക് ആയിപ്പോയതാ. പവിത്ര എന്താ ഇത് വഴി? കസ്റ്റഡിയിൽ മൃഗങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അസുഖം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ചികിത്സിക്കാം. ഒരു മൃഗം ഉണ്ടായിരുന്നു, പക്ഷെ പോയി, കൈവിട്ടു. എന്തായിരുന്നു അസുഖം? ഒരു പ്രത്യേകതര അസുഖ. അത് ചികിത്സിച്ച പെട്ടെന്ന് മാറില്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ എന്നാലും അത് എന്നാ അസുഖമായിരുന്നിരിക്കും? ഡോക്ടറിന് അയാളെ നേരത്തെ പരിചയമുണ്ടോ? ഓ, നേരത്തെ പരിചയമൊന്നുമില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി പരിചയപ്പെട്ടതാ. നമ്മൾ അറിയാത്തൊരു നാട്ടിൽ വരുമ്പോൾ സഹായത്തിന് ആരെങ്കിലും ഒക്കെ വേണ്ടേ? അതെ, അയാളെ അധികം അടുപ്പിക്കട്ട. മെനകെട്ടവനാന്നേ, നാക്കെടുത്ത നുണയെ പറയത്തുള്ളൂ. എല്ലാവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും. അയ്യോ, ആളെ കണ്ട അങ്ങനെ പറയത്തേ ഇല്ല. കാഴ്ചയിലുള്ളതല്ലോ, മനസ്സിന്റെ ഉള്ളിൽ എന്താന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? അല്ല ഫയല്. ആ, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. അലീസേ, ആ, അലീസേ. പവിത്രനാ? ഇച്ചായ ഹോസ്പിറ്റലിൽ പോയിരിക്കാ. അല്ല, ഞാൻ ആശുപത്രി പോയായിരുന്നു.
ആണോ? അപ്പൊ ഞാൻ എന്നാ കൊണ്ട് വിശേഷം എന്ന് അറിയാൻ വേണ്ടി ചെന്ന് ചോദിച്ചോ പറഞ്ഞു ഇവിടെ എന്നാ ഗേറ്റിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആണേ, ഗേറ്റ് അടയുന്നില്ല, ഭയങ്കര ടൈറ്റ്. അതുകൊണ്ട് ഇന്നലെ രാത്രി ഗേറ്റ് അടക്കാതെ കിടന്നത്. നോക്കട്ടെ, അത് വിഷയമില്ല. അതൊരു ശകല ഓയിലിട്ട് ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ. ഞാൻ രാവിലെ നാളെ ആയാലും കൊണ്ട് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടാക്കാം. പിന്നെ വേറൊരു കാര്യം, ഈ ഗേറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് നീറ്റ് സ്ഥലമല്ലേ ഇത്. കള്ളന്മാരാണ് ഈ സൈഡിലോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല. പിന്നെ എന്നത്തിനാ പേടിക്കുന്നേ? സ്ഥലം എസയുടെ വീടല്ലേ അത്. അതും പോരാഞ്ഞിട്ട് അവിടെ പഞ്ചായത്ത് മെമ്പറും ഉണ്ട്. അതാണ് എന്റെ പേടി. അല്ലെ, ഈ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കൊക്കെ ഭയങ്കര ശത്രുക്കളായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. എന്ത് ബുദ്ധിമുട്ട്! ഈ പവിത്ര ഇവിടെ ഉള്ളപ്പോ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നവും വരത്തില്ല. അതുപോലെ അത് മതി. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, പോലെ ഒരു മിനിറ്റ്. പവിത്ര ഹോസ്പിറ്റലിൽ പോയെന്നാണോ പറഞ്ഞത്? ഞാൻ പോട്ടെ വന്ന്. ഹോസ്പിറ്റലൊക്കെ എങ്ങനെയുണ്ട്? പഴയ കെട്ടിടം അതിലും മേടുത്ത കഴുക്കോലൊക്കെ പോയി കിടക്കുക. അപ്പൊ പുതിയൊരു കെട്ടിടം പണിതോണ്ടിരിക്കുന്നു. അല്ല, അതല്ല, അവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയുണ്ട്? നല്ല ആളുകളൊക്കെ ആണോ? ഒരു പെണ്ണുണ്ടല്ലേ, എന്താ പേര്? അനുരാധ. അതിന് എത്ര വയസ്സുണ്ടാവും? അവക്കെന്നെ അവക്കൊരു 30 വയസ്സിന് താഴെ. 30 വയസ്സാ? അല്ല, അപ്പൊ അവളുടെ ഭർത്താവ് എന്ത് ചെയ്യുവാ? അവള് കല്യാണം ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലെന്ന്. കല്യാണം കഴിച്ചിട്ടില്ലേ? അതെന്താ കെട്ടാത്തത്? അത് അങ്ങനെയൊക്കെ ചോദിച്ചാ ഇപ്പൊ ഞാൻ എന്നാ പറയുന്നത്? അല്ല, പറഞ്ഞിട്ട് പോ. അവളെ കാണാനൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ നിങ്ങൾ അത് എന്നോട് തന്നെ ചോദിക്കണം. എന്താന്ന്? എന്റെ ആലീസ് ചോദിച്ചോണ്ട് ഞാനൊരു കാര്യം പറയാം. അവളൊരു പ്രത്യേകതരം പെണ്ണ. എന്ത് തരം പെണ്ണ്? ഏതൊരാണിനെ കണ്ടാലും അവക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒന്ന് പ്രേമിക്കത്തില്ല, ഒന്ന് ഫോൺ ചെയ്യത്തില്ല, ഒന്ന് കറങ്ങാൻ വരത്തില്ല. ഇവളൊക്കെ പെണ്ണാണോ? അപ്പൊ എന്തായാലും അവളെന്റെ ഇച്ചാനോട് മിണ്ടത്തില്ല. മിണ്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഇനിയിപ്പോ സാർ അങ്ങോട്ട് മിണ്ടാൻ ചെന്നാലും അവള് മിണ്ടിട്ടല്ലേ കാര്യമുള്ളൂ. സുനാനിന്റെ പ്രാർത്ഥന കേട്ട്. അല്ല പവിത്ര, ഇന്നത്തെ കാലമാണ്. ചില പെണ്ണുങ്ങള് അറിയാലോ. അപ്പൊ എന്റെ ഇച്ചാൻ ഒരു പ്രശ്നം വരരുതെന്ന് ഞാൻ അന്തോണി സുനാനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാ നിങ്ങൾ ഉറപ്പിച്ചോ, അന്തോണീസ് പുള്ളിയാണം പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. കേക്കും, ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും അന്തോണീസ് പുള്ളിയാണം കേക്കും. ഞാൻ ചെല്ലട്ടെ. ആയിക്കോട്ടെ. ചായ എടുക്കുവാ. കൃത്യസമയത്താണല്ലോ ചായ. അതിന് ഇച്ചായ വരുന്ന സമയമൊക്കെ എനിക്കറിയാൻ പാടില്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ ഹോസ്പിറ്റൽ? പഴയ സെറ്റപ്പാ, വലിയ കുഴപ്പമില്ല, തിരക്കൊന്നുമില്ല. അത് നന്നായി. അപ്പൊ എന്നും നേരത്തെ ഇങ്ങോട്ട് വരാല്ലോ. ഞാനാണ് ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. കടുപ്പം കുറച്ചുകൂടെ മതിയാ? മതി. പിന്നെ ഇച്ചായ, അടുത്ത ആളുകളൊക്കെ എങ്ങനെയുണ്ട്? ആളുകളെന്ന് പറഞ്ഞാല് അറ്റൻഡർ സദാശിവൻ ചേട്ടനെ കുഴപ്പമില്ല, ആത്മാർത്ഥമുള്ളതാ. പിന്നെ അങ്ങനെയുള്ളവരുടെ ജോലി ചെയ്യാൻ ഭയങ്കര സുഖമല്ലേ. അനുരാധയോ? അനുരാധയുടെ അടുത്ത് ഞാൻ അങ്ങനെ കൂടുതൽ സംസാരിച്ചില്ല. ഈ പെണ്ണുങ്ങളോടൊക്കെ നമ്മൾ എന്തിനാ സംസാരിക്കുന്നത്? നമ്മളെന്തിനാ അവിടെ പോകുന്നത്? നേരെ പോയി ജോലി ചെയ്യുന്നു, തിരിച്ചതുപോലെ വരുന്നു. ഇച്ചായൻ രാവിലെ അവർക്ക് 45 വയസ്സെന്നല്ലേ എന്നോട് പറഞ്ഞത്? പറഞ്ഞു. അവർക്ക് 30 വയസ്സേ ഉള്ളു പ്രായം. ഇച്ചായൻ എന്നോട് കള്ളത്തരം പറഞ്ഞു. ചായ ഇട്ടെന്നിട്ടോ? തനിയെ വേണമെങ്കിൽ ഇട്ടു കുടിക്കും. എവളിതെങ്ങനെ അറിഞ്ഞു? എനിക്ക് അവളെ ചെറുപ്പക്കാരിയാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അല്ലെ തന്നെ ഈ കാര്യത്തിൽ ഞാൻ ഇതിനെ വിളിക്കുന്നേ. ഇന്നിപ്പോ ഇച്ചായ നുണ പറഞ്ഞതാണെങ്കിലും കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ചുമ്മാതല്ല ഞാൻ എന്റെ പുണ്യാളിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ ആലിസ, ഞാൻ പണ്ടേ പറയാറില്ലേടി, ഈ സമൂഹം ആകുമ്പോ ആണും പെണ്ണും ഒക്കെ കാണും. ഓഫീസും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് അവരുടെ സംസാരിക്കേണ്ടി വരും. അതിനെന്താടി കുഴപ്പം? അതിനൊരു കുഴപ്പവും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഈ അനുരാധ എന്ന് പറഞ്ഞ പെണ്ണിന് 30 വയസ്സുണ്ടെന്നും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു. ഇനി എന്തൊക്കെ അറിയണം?
ഇച്ചായനെ അവളെ പറ്റി അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. ഞാനേ ഇവിടെ ഇരുന്നാ മതി, കാര്യങ്ങളെല്ലാം ഇവിടെ എത്തും. അനുരാധയെ പറ്റി എല്ലാ ഡീറ്റെയിൽസും അവൾ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പൊ ചെന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ബുദ്ധി. ആലിസ്, ആ ടോൺ വേണ്ട. ആലിസേ, 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 നിനക്ക് തോന്നുന്നുണ്ടാവും ഞാൻ മനഃപൂർവ്വം നിന്നോട് എന്തെങ്കിലും പറയാതിരിക്കുക. നീ ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ ആദ്യമായിട്ട് ഈ നാട്ടിൽ വരുന്നു, ഞാൻ ആദ്യമായിട്ട് ആശുപത്രിയിൽ പോകുന്നു, അവിടെ വെച്ച് സദാശിവൻ ചേട്ടനെ പരിചയപ്പെടുന്നു. ഇവരുടെ സ്വഭാവമൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റൂ. അവിടെ വെച്ചാണ് ഞാൻ അനുരാധയെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും. ഇപ്പൊ എനിക്ക് ഏകദേശം സ്വഭാവം കിട്ടിയിട്ടുണ്ട്. ഇനി നീ ചോദിക്കുക, മണി പോലെ പറഞ്ഞു തരും. എനിക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നല്ല വൃത്തിയായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ചുമ്മാതല്ല എന്റെ പുണ്യാണ്ടോട് ഞാനൊന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എന്റെ ഓഫീസിലെ കാര്യം നീ അറിയണം. നീ എന്റെ ഭാര്യ. വേണോ എന്നാ പറ. അനുരാധയ്ക്ക് 30 വയസ്സുണ്ട്. പിന്നെ കാണാനാണെങ്കിൽ കുഴപ്പമില്ല. കുഴപ്പമില്ല, നീയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല, ആവറേജ്. പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നമ്മൾ ചോദിക്കുന്നത് ശരിയാണോ? ആണോ? അല്ലല്ലോ. പിന്നെ കുറ്റമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്വഭാവം സാധാരണ പെൺകുട്ടികളുടെ സ്വഭാവം അല്ല. അപ്പൊ അത് ശരി, ഇച്ചായൻ അവരുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല. ഇതാണല്ലേ ഇച്ചായന്റെ മനസ്സിലിരിപ്പ്? എന്താ അവരുടെ സ്വഭാവത്തിന് എന്താ ഒരു കുഴപ്പം? ആണുങ്ങളോട് മിണ്ടത്തില്ല, കൊഞ്ചിക്കൊഴയത്തില്ല, അനാവശ്യമായിട്ട് ഫോൺ ചെയ്യത്തില്ല, കറങ്ങി നടക്കത്തില്ല, പ്രേമിക്കത്തില്ല. ആണുങ്ങളെ അവർക്ക് കണ്ണെടുത്താ കണ്ടൂടാ. ഇതാണോ ഇച്ചായൻ അവരിൽ കണ്ട കുഴപ്പം? ഇതാണോ കുറ്റം? ഇച്ചായ, നിങ്ങൾ ആണുങ്ങൾക്ക് മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളെ തീരെ പിടിക്കത്തില്ല. എന്താ കാര്യം? എന്താ? നിങ്ങള് പഞ്ചാര അടിക്കാനും കൊഞ്ചിക്കൊഴയാനൊക്കെ അവരുടെ അടുത്തോട്ട് ചെല്ലും, അവരതിന് നിന്ന് തരില്ല. ഇതല്ലേ കാര്യം? എന്റെ ഓഫീസിൽ ഞാൻ ഇന്ന് പരിചയപ്പെട്ട അനുരാധയെ കുറിച്ച്. അതെ, ആ അനുരാധനെ പറ്റി തന്നെ പറയുന്നത്. എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇച്ചായൻ അവരോട് കൊഞ്ചിക്കൊഴയാൻ ചെന്നിട്ടുണ്ട്, അവരെന്തോ തിരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതല്ലേ അവരോട് ഇത്ര ദേഷ്യം? സത്യം പറ. എനിക്ക് എന്തായാലും നല്ല സമാധാനമുണ്ട്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് എനിക്ക് സമാധാനമായിട്ട് ഇച്ചായനെ പറഞ്ഞു വിടാലോ. എന്തിങ്ങനെ നോക്കുന്നത്? നിന്റെ കണക്ക് കൂട്ടലുകൾ എത്ര ശരിയാണെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ഒരു ബുദ്ധി രാക്ഷസിയാണ്. അത് ഇച്ചായൻ ഇപ്പോഴാണ് മനസ്സിലായത്. ആലിസേ, എനിക്ക് അത് കുറച്ചൊക്കെ നേരത്തെ മനസ്സിലായിരുന്നേ. ഇപ്പൊ ശരിക്കും മനസ്സിലായി. പഞ്ചസാര പോലെ മനസ്സുള്ള സ്ത്രീ അല്ലേ? ബുദ്ധിയുള്ള ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് വേറെ സ്ത്രീയെ പഞ്ചാര അടിക്കോ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡോക്ടർ വലിയ ഫ്രോഡാണെന്നുള്ളത്. അങ്ങനെ ഉണ്ണിയാർച്ചയുടെ പഞ്ചാര ഇട്ട ചായ ഈ ചായം കുടിക്കണ്ട. നമുക്ക് ആ പഴയ നമ്പർ നിറയ്ക്കാലോ. ഏത് നമ്പർ? നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ബെഡ്റൂമില്ലേ, അവിടുത്തെ കാര്യക്കാരെ തോന്നി